PM ശ്രീ പദ്ധതിയിൽ CPIയുടെ CPMന്റെ നാടകം പൊളിഞ്ഞു എന്ന് ഞാൻ പറയും. കാരണം എന്താ അറിയോ സർ, ഇപ്പോ വന്നിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഇത് ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ഒപ്പിട്ടതിനെ തുടർന്ന് നമുക്ക് കിട്ടേണ്ട ആദ്യത്തെ ഗഡു തുക, അതായത് സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള സമഗ്ര ശിക്ഷ കേരള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഏതാണ്ട് 109 കോടി രൂപയാണ്. അതിൽ 92.41 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇത് ഞാൻ പറയുമ്പോൾ സാറിന് ഊഹിക്കാലോ, ഇത് നടപ്പാകാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഫണ്ട് അനുവദിക്കില്ലല്ലോ കേന്ദ്രം. അപ്പൊ ഇവർ കാണിക്കുന്നത് മുഴുവൻ നാടകമല്ലേ? അങ്ങനൊന്നുമല്ല, ഇത് നടപ്പായി കഴിഞ്ഞു. CPIക്കാർ ചുമ്മാ നാടകം കളിച്ച് അവർ ജയിച്ചു എന്നും പറഞ്ഞ പത്രങ്ങളും കൊട്ടിഘോഷിച്ചു. PM ശ്രീ പദ്ധതി നടപ്പായി, വാസുകി ഒപ്പിട്ടതിന്റെ ഫലം കേരളത്തിന് കിട്ടി. പിന്നെ അവർ പറയുന്നത് ഞങ്ങൾ ഇളവ് ചോദിക്കാൻ കത്ത് കൊടുക്കും, ഈ ആഴ്ച കത്ത് കൊടുക്കുമെന്നാ. ഇത്രയും ഗൗരവപ്പെട്ട ഒരു വിഷയത്തിന് CPI മന്ത്രിമാർ മന്ത്രിസഭാ യോഗത്തിൽ നിന്നും മാറി നിൽക്കുമെന്ന് പറഞ്ഞൊരു വിഷയത്തിന് ഈ ഒരാഴ്ച വേണോ ഒരു കത്തെഴുതാൻ? ഒരാഴ്ച വേണോ? ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞ IASകാരിക്ക് ഒരു കത്തെഴുതാൻ വേണ്ടിയിട്ട്, IAS കാരനായാലും ശരി, കത്തെഴുതാൻ എത്ര മണിക്കൂർ വേണ്ടി വരും? നിമിഷങ്ങൾ കൊണ്ട് കത്ത് തയ്യാറാക്കാൻ പറ്റില്ലേ? ഇത് സോഫ്റ്റ്വെയറിലല്ലേ തയ്യാറാക്കുന്നത്? ആ സെക്രട്ടേറിയറ്റ് ഞാനും ഇരുന്നിട്ടുള്ളത്, അവിടെ അതിന് സംവിധാനം ഇല്ലാഞ്ഞിട്ടാണോ? നിമിഷങ്ങൾക്കകം കത്ത് പോയി. കത്ത് മെയിൽ ചെയ്താൽ മതിയല്ലോ. ഒരൊറ്റ ദിവസം പോരെ, ഒരാഴ്ച കൂടി. എന്നിട്ട് ശിവൻകുട്ടി എന്താ പറഞ്ഞതെന്നറിയാമോ? അദ്ദേഹം പറഞ്ഞത് നമ്മൾ ഇളവ് ചോദിക്കാൻ പോവുകയാണ്. ഇളവ് ഇതല്ലല്ലോ പറഞ്ഞിരുന്നത്. ഈ പദ്ധതി നമുക്ക് വേണ്ടെന്നല്ലായിരുന്നോ തീവ്രവാദികളും CPIയും കൂടി പറഞ്ഞത്? ഇതല്ലായിരുന്നു അവരുടെ വാദം. അവിടെയാണ് എനിക്ക് സംശയം. നമ്മൾ പറഞ്ഞല്ലോ, വാസുകി ഇത് ഒപ്പിട്ടതുമായി ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥ അവരുടെ ജോലി ചെയ്തു, അവരോട് പറഞ്ഞ ജോലി അവർ ചെയ്തു എന്നുള്ളതാണ്. ബാക്കിയെല്ലാം മന്ത്രിസഭയ്ക്കുള്ളിൽ നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു കാര്യം ഒപ്പിട്ടതിന്റെ ഫലം കിട്ടിത്തുടങ്ങിയതിന് ശേഷവും ഈ മന്ത്രി പറയുകയാണ്, വിദ്യാഭ്യാസ മന്ത്രി പറയാണ്, സാറ് പറഞ്ഞ പോലെ ഇത് ആലോചിക്കാം, ഇത് വേണ്ട രീതിയിൽ കത്തയക്കാം, മരവിപ്പിക്കാൻ നോക്കാം എന്നൊക്കെ പറയുന്നത് ഇത് ആരെ പറ്റിക്കാനാണ്? പ്രജിതയ്ക്കൊന്നും തോന്നരുത് ഇതെന്താണ് സംഭവിച്ചതെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവാൻ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ഒന്നും തോന്നരുത്, സ്ത്രീവിരുദ്ധമായിട്ട് പറയുന്നതല്ല. അതായത് ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞിട്ട് ബഹളം ഉണ്ടാക്കുക, ഗർഭഛിദ്രം വേണം. വല്ല അർത്ഥമുണ്ടോ അതിന്? ഇതുപോലെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കിട്ടാനുള്ള 92.41 കോടി രൂപ കേരളം കൈപ്പറ്റിയിരിക്കുന്നു. കൈപ്പറ്റിയ പണം തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇനി അതുകൂടാതെ ഈ ഉടനെ തന്നെ 350 കോടി രൂപയുടെ ഒരു ഇൻസ്റ്റാൾമെന്റ് കിട്ടുക. 19 കോടി രൂപയുടെ, അതെ, 319 കോടി കിട്ടുകയാണ്. ഇതെല്ലാം എന്തിൻ്റെ പേരിലാണ് കിട്ടുന്നത്? സമഗ്ര ശിക്ഷ കേരളയുടെ ഭാഗമാണ്. സമഗ്ര ശിക്ഷ കേരളയുടെ സമഗ്ര ശിക്ഷാ ഫണ്ടാണിത്. PM ശ്രീയിൽ ഒപ്പിട്ടാൽ നമുക്ക് കിട്ടുന്ന 1500 കോടിയും ഈ സമഗ്ര ശിക്ഷ ഫണ്ടാണ്. ആ സമഗ്ര ശിക്ഷാ ഫണ്ടിൻ്റെ PM ശ്രീയിൽ ഒപ്പിട്ടതിൻ്റെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു തുകയാണ് നമ്മൾ കേരളം കൈപ്പറ്റിയിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ശരിയായിട്ട് പറഞ്ഞാൽ PM ശ്രീ പദ്ധതി കേരളം നടപ്പാക്കി. ഞാൻ ആവർത്തിച്ച് പറയുന്നു, കേരളം നടപ്പാക്കി. ഇതിൻ്റെ പേരിലാണ് നമ്മൾ നാടകം കണ്ടത്. അവിടെ സമസ്ത പറയുന്നു ഇത് നമുക്ക് വേണ്ട എന്ന്, അതുപോലെ തന്നെ UDF പറയുന്നു, അതുപോലെ തന്നെ CPIയുടെ ബിനോയ് വിശ്വം അതിനുവേണ്ടി രാജയെ വിളിക്കുന്നു, രാജ പറയുന്നു വേണ്ട. CPIയുടെ ദേശീയ കൗൺസിൽ പറയുന്നു വേണ്ട. ഭയങ്കരവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ആദ്യം എന്ത് CPI എന്ന് ചോദിച്ചാൽ MV ജയരാജൻ പറഞ്ഞത് ആലോചിക്കാതെ ഒപ്പിട്ടത് തെറ്റായിപ്പോയി എന്ന്. ആ തെറ്റ് നടന്നു കഴിഞ്ഞു. CPIയെ വിഡ്ഢികളാക്കി. ഇനിയിപ്പോൾ അറിയാമല്ലോ പ്രജിത, ഞാനൊരു കാര്യം കൂടെ പറയാം. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൊട്ടേ അത് തുടങ്ങും. CPIയുടെ ഉള്ള ശക്തിയും കൂടി ഇല്ലാതാകും. അവരെ ദുർബലപ്പെടുത്തും. നോക്കിക്കൂ, CPMൻ്റെ നേതാക്കളെ അപമാനിച്ചതിന്, ശിവൻകുട്ടിയുടെ കോലം കത്തിച്ചതിന്, MA ബേബിക്ക് ശക്തിയില്ല എന്ന് പറഞ്ഞതിനുള്ള പ്രതികാരമായിരിക്കും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അത് മനസ്സിലാക്കും. അതുപോലെ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPIയുടെ കാല് വാരും CPM. ഇത് പേടിച്ചിട്ടാണ് ഇനി അവരുമായിട്ടൊരു ഏറ്റുമുട്ടൽ വേണ്ട എന്ന് പറഞ്ഞ് പതുക്കെ
ഇവർ പിന്നോട്ട് വലിയുന്നു. ചെന്ന് മാപ്പ് പറഞ്ഞല്ലോ, ശിവൻകുട്ടിയോട് മാപ്പ് പറയുന്നു, MA ബേബിയോട് മാപ്പ് പറയുന്നു. അയ്യോ പാദസഞ്ചാലനം, കാല് കഴുകി വെള്ളം കുടിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ, കാൽക്കൽ നമസ്കരിക്കുന്നു, ഞങ്ങൾക്ക് പറ്റിയ തെറ്റ് എന്ന് പറഞ്ഞിട്ട്. CPIയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിന് വിമർശനം ഉണ്ടായി. ഇത്രയും താണു വീഴേണ്ട കാര്യമില്ല. കാരണം എന്താ, താണു വീഴേണ്ടി വരും. CPM ഇല്ലെങ്കിൽ CPI ഇല്ല. അസ്തിത്വ പ്രശ്നമാണത്. അതിൻ്റെ ഒരു അസ്തിത്വ പ്രശ്നം. ആ അസ്തിത്വ പ്രശ്നം കൊണ്ട് തന്നെയാണ് ഏറെ കാലമായിട്ട് CPI കമ്മ്യൂണിസ്റ്റ് ലയനം, ഐക്യമല്ല, സഖ്യമല്ല, ലയനം ലയനം ലയനം. അല്ലാതെ ഞങ്ങൾക്ക് പറ്റില്ല. മുല്ലവള്ളി എങ്ങനെ തേന്മാവിൽ പടരുന്നുവോ അതുപോലെ ഒരവസ്ഥയിലാണ് ഇന്ന് CPI. ഇന്നിപ്പോൾ മുല്ലവള്ളിയുടെ ഉള്ള വള്ളിയും കൂടെ പോകാൻ കൊരവാളയ്ക്ക് CPM തന്നെ വെട്ടും. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. CPMനൊന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ കേരള കോൺഗ്രസിനെ എടുത്തതുപോലെ തന്നെ പുഷ്പം പോലെ മുസ്ലിം ലീഗിനെ അവർ കൊണ്ടുവരും. കാരണം എന്താണെന്നറിയാമോ, മുസ്ലിം ലീഗിനും അസ്തിത്വമില്ല ഭരണത്തിലല്ലെങ്കിൽ. ഈസി ആയിട്ട് മുസ്ലിം ലീഗ് വരും. അതെ, അതിന് രാഷ്ട്രീയമായ തടസ്സങ്ങളില്ല. കാരണം എല്ലാവരും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. ഒരുമിച്ച് നിന്നില്ലെങ്കിൽ രക്ഷയില്ലെന്ന് മുസ്ലിം ലീഗിന് ബോധ്യമാവും. ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ, ഈ ആഴ്ച വരുമ്പോൾ അവർക്ക് ബോധ്യമായിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇപ്പോൾ രാഹുൽ ഗാന്ധി ഓടിപ്പിടിച്ച് പത്രസമ്മേളനം നടത്തുന്ന ഈ വെപ്രാളത്തിലാണ്. കാരണം ഫലം വന്നു കഴിയുമ്പോൾ ഇയാൾ നാണക്കെടാൻ പോവുകയാണ്. അതിനാണ് മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് ഇതിനകത്തെല്ലാം അഴിമതി നടന്നു പറഞ്ഞ് ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഓഫീസിൽ അതും ഒന്നും തോന്നല്ലേ, ഞാൻ തുറന്നങ്ങ് പറയുക. ഫ്ലോറിലേക്ക് ഒരു സ്വീപ്പർ, കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരിയായിട്ട് സ്വീപ്പർ പോയപ്പോൾ അവിടുത്തെ ഒരു കാർപ്പൻ്റർ എന്നൊക്കെ പറഞ്ഞ ജോലികളുണ്ട് അവിടുത്തെ. ആ പണി ചെയ്യുന്ന ഒരാൾ അതിനെ എന്തോ ചെയ്യാൻ ശ്രമിച്ചു, എന്താണെന്നൊന്നും നമ്മൾ കാണുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഈ കാർപ്പൻ്റർ എന്ന് പറയുന്ന ആൾ ഓടി ഇങ്ങനെ കിതച്ചു കൊണ്ടുവരിക, ഡ്യൂട്ടി റൂമിലേക്ക് വന്നിട്ട് പറയാം, ഇപ്പം എന്നെക്കുറിച്ച് ഒരാളൊരു പരാതിയുമായിട്ട് ഇപ്പോൾ വരും കേട്ടോ. എന്തിനാത് പറഞ്ഞു? അവൻ ഈ തെറ്റ് ചെയ്തിട്ട് മുൻകൂർ ജാമ്യം എടുക്കുക. കൃത്യം പോലെ ഒരു പെൺകുട്ടി കരഞ്ഞു വിളിച്ചുകൊണ്ടൊരു പാവം പെൺകുട്ടി കരഞ്ഞു വിളിച്ചുകൊണ്ട് പോകുന്നു. ആ പെൺകുട്ടി സ്റ്റുഡിയോ ചെന്നപ്പോൾ രാവിലെയാണ്, ആരുമില്ല, എന്തോ ഉപദ്രവിച്ചതാണ്, എന്തോ ആണെന്ന് നമുക്കറിയില്ല, നമ്മൾ ചോദിക്കാനും പറ്റില്ല. പാവപ്പെട്ട പെൺകുട്ടി അപമാനിതയായി കരഞ്ഞുകൊണ്ട് പോവുകയാണ്, ജീവിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ. മനസ്സിലായില്ലേ? ഇവൻ മുൻപേ അവനെ പെൺകുട്ടിക്ക് ഇവനെ പറ്റി കള്ളം പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നത് പോലെ ഒരു സംഭവമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നടന്നത്. നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോവാണ്, അതുകൊണ്ട് തിരിച്ചു വരാം. അതുകൊണ്ട് ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നത് ഈ കോലാഹലങ്ങളെല്ലാം വന്നത് മുസ്ലിം ലീഗിൻ്റെ അതുപോലെ തന്നെ സമസ്തയുടെയൊക്കെ വോട്ട് ചോർത്താൻ വേണ്ടിയിട്ടാണ്. കാരണം ഇത് ദേശീയ പാഠ്യപദ്ധതി, RSS ഉണ്ട്, മറ്റേതുണ്ട്, സവാർക്കർ ഉണ്ടെന്നും പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചു വെച്ചിരിക്കുക. വാസ്തവം പറഞ്ഞാൽ ഇതിലൊന്നുമില്ല. കേരളത്തിന് തന്നെ സ്വന്തം തീരുമാനമനുസരിച്ചുള്ള കരിക്കുലം പഠിപ്പിക്കാം. വേടനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലോ, വേടനെക്കുറിച്ച് പഠിപ്പിക്കാം. ആരെക്കുറിച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് പഠിപ്പിക്കാം. നക്സലൈറ്റുകളെ കുറിച്ച് പഠിപ്പിക്കണോ, അത് വേണമെങ്കിൽ ഉൾപ്പെടുത്തിക്കോ. ഇനി സമസ്തയെക്കുറിച്ച് വേണോ, ഇനിയും PDP നേതാവ് അബ്ദുൽ നാസർ മദനിയെക്കുറിച്ച് വേണോ നിങ്ങൾക്ക് പഠിപ്പിക്കാം. ഒരു തടസ്സവും ഉണ്ടാവില്ല. ചുമ്മാ പറയുകയാണ്. അത് എന്താ ഗാന്ധിജിയുടെ വധത്തെക്കുറിച്ചുള്ള പാഠങ്ങളില്ല എന്നൊക്കെ പറഞ്ഞിരിക്കും. ഉണ്ട്, 7, 8, 9 ആ ക്ലാസ്സിൽ ഒരിക്കൽ പഠിച്ചാൽ പോരാ. ഇത് എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കേണ്ട കാര്യമുണ്ടോ? എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുന്നത് പോലെ ന്യൂക്ലിയർ ബോംബ്, ഹൈഡ്രജൻ ബോംബ് ഓരോ പേരിട്ട് പത്രസമ്മേളനം നടത്തുന്ന ആ ബോംബിൻ്റെ വില പോയില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ഊഹിക്കാവുന്നതും മനസ്സിലാക്കാവുന്നതും റിയലി ഹാപ്പൻഡ് ആയിട്ടുള്ളത്, യഥാർത്ഥമായി പറഞ്ഞാൽ PM ശ്രീ പദ്ധതി നടപ്പായി കഴിഞ്ഞു. ആ ഒപ്പിട്ടതോടുകൂടി ദ പ്രോസസ് ഈസ് ഓൺ ആൻഡ് കേരള ഈസ് ബെനിഫിറ്റിംഗ് ഫ്രം ദി സെൻട്രൽ ഫണ്ട്സ് ഫോർ സമഗ്ര ശിക്ഷ. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്മാറാൻ പറ്റില്ല, ഇളവില്ല, മരവിപ്പില്ല, ഒന്നുമില്ല. യു ആർ ആൾറെഡി ഇൻ ദി പ്രോസസ്. ഇതാണ് സത്യം. ഈ നാടകാന്തവും കവിത്വം. ഇനി വേടനൊരു കവിത ഇതിനെക്കുറിച്ച് എഴുതട്ടെ. അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.